എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് BP, ഹൈ ബ്ലഡ് പ്രഷർ, ആങ്സൈറ്റി, സ്ട്രെസ് അല്ലെങ്കിൽ പാനിക് അറ്റാക്കിൻ്റെ കൂടെ BP ഉണ്ടാകുമോ? ആ BP കൂടുന്നത് ആങ്സൈറ്റി പാനിക് അറ്റാക്ക് കാരണം കൊണ്ടാണോ? അങ്ങനെ കൂടിയാൽ BP ഫോബിയ ഉണ്ടാകുമോ? ആ BP ഫോബിയ ഉണ്ടായാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എന്നോട് നിങ്ങൾക്ക് വീഡിയോ ചാറ്റിലൂടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ജോയിൻ ചെയ്യുവാനും മെമ്പർഷിപ്പ് എടുക്കുവാനും മറക്കരുത്. ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BP എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ ജോലിയാണ്. നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടായാലും സ്ട്രെസ് ഉണ്ടായാലും പാനിക് അറ്റാക്ക് ഉണ്ടായാലും ആ സമയത്ത് നിങ്ങളുടെ BP തീർച്ചയായും ഉയർന്നിരിക്കും. ആ ഉയർന്നിരിക്കുന്ന BP നാച്ചുറലായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അസുഖമാണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ ജോലിയാണ്. അതിന് തക്കവണ്ണമുള്ള ചികിത്സ നിശ്ചയിക്കുന്നതും ആ ഡോക്ടറുടെ ജോലിയാണ്. അപ്പോൾ തീർച്ചയായും ഡയഗ്നോസിങ് ആൻഡ് ചികിത്സ, ഈ ട്രീറ്റ്മെൻറ്റ് ഇത് രണ്ടും ആ ഡോക്ടറെ കൊണ്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. BP യെക്കുറിച്ച് ചെറുതായിട്ട് നിങ്ങൾക്കൊരു സൂചന തരാം. ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 120 മുതൽ 80 വരെ, 120, 80, 120/80 ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ റീഡിങ്. 140 മുകളിൽ അല്ലെങ്കിൽ താഴെ 90 മുകളിൽ BP കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി നിൽക്കുകയാണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. ആ ഹൈപ്പർ ടെൻഷന് ഡോക്ടർ സാധാരണഗതിയിൽ മരുന്ന് തരാറാണ് പതിവ്. ഇനീഷ്യലി ഒരു പക്ഷേ നിങ്ങളോട് പറയാം, നിങ്ങൾ എക്സസൈസ് ചെയ്ത് ഡയറ്റ് കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ BP നോർമലാവും എന്ന് അഡ്വൈസ് ചെയ്തതിന് ശേഷം 1-2 ആഴ്ച നോക്കും. എന്നിട്ട് നിങ്ങളുടെ BP കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് ചെയ്യാറ്. ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ BP 140 മുകളിൽ കൺസിസ്റ്റൻ്റായി ഇരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അത് ഡോക്ടറെ കൊണ്ട് തന്നെ ഡയഗ്നോസ് ചെയ്യുക. സാധാരണഗതിയിൽ സ്ട്രെസ്, ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് വരുമ്പോൾ എല്ലാവരുടെയും BP ഉയർന്നിരിക്കും. ഒരു പക്ഷേ 160, 170 വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ 200 വരെയും പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് ആങ്സൈറ്റി ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ BP 210 വരെ പോയിരുന്നു. പക്ഷേ അതിൻ്റെതായ സിംറ്റംസ് ഒന്നും ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ BP അത്രയും ഹൈ ആയിട്ട് പോകാം, ഒരു സംശയവുമില്ല. പക്ഷേ ഈ BP കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റായി ഈ പാറ്റേണിൽ 140 മുകളിൽ കൺസിസ്റ്റൻ്റ് ആയി ഇരുന്നാൽ മാത്രമേ അതൊരു ഹൈപ്പർ ടെൻഷൻ എന്നുള്ള അസുഖമായി പരിഗണിക്കപ്പെടൂ എന്നാണ് അറിയണം. ഇതിന് സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് ചെയ്യുന്നത്, ഡോക്ടേഴ്സിനും അറിയാം, ഒരു ഡോക്ടറിൻ്റെ മുൻപിൽ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, വൈറ്റ് കോട്ട് എഫക്റ്റ്. ഡോക്ടേഴ്സ് സാധാരണഗതിയിൽ വൈറ്റ് കോട്ടാണ് ധരിക്കാറ്. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് കോട്ട് എഫക്റ്റ് എന്നെങ്കിൽ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ BP ചെക്ക് ചെയ്യുന്ന സമയത്ത് BP ഉയർന്നിരിക്കുന്ന ഒരു സംഭവം, ഒരു പ്രതിഭാസത്തെയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ നോർമലാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടാകും, സങ്കോചം, ഒരു ചെറിയ ഭയം. ഇത് അവിടെ എത്തുമ്പോൾ ഡോക്ടർ നമ്മളുടെ BP ചെക്ക് ചെയ്യുമ്പോൾ ആ BP കൂടിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആ ഡോക്ടറുടെ മുമ്പിൽ പോകാനുള്ള നമ്മളുടെ മടി, നമുക്ക് ആർക്കും അസുഖം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അസുഖം ഡയഗ്നോസ് ചെയ്ത് വരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോൾ, ഈവൻ ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ ചെല്ലുമ്പോൾ തന്നെയും പലർക്കും ഈ പറഞ്ഞ വൈറ്റ് ഹോട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനർത്ഥം നമ്മളതിനെ പേടിക്കണമെന്നല്ല. വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ സാധാരണഗതിയിൽ വളരെ നോർമലാണ്. ഇത് ഡോക്ടേഴ്സിനും അറിയാം. അതുകൊണ്ട് അവർ ഒരു പ്രാവശ്യം ഈ റീഡിംഗ് എടുത്ത് ഉടനെ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ആണ് എന്നൊരിക്കലും പറയില്ല. അതിന് പകരം അവർ നിങ്ങളോട് പറയും, അടുത്ത ഒരാഴ്ച നല്ലപോലെ വ്യായാമം ചെയ്ത് നല്ലപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഒരു ദിവസം 3-4 പ്രാവശ്യം തുടർച്ചയായി ആഴ്ചയിൽ 7 ദിവസം കണ്ടിന്യൂസ് ആയി ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം 7 ദിവസം കണ്ടിന്യൂസ് ആയി,
അതായത് ഏകദേശം 28 പ്രാവശ്യം നിങ്ങളുടെ BP മെഷർ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അങ്ങോട്ട് വന്ന് നഴ്സിനെ കൊണ്ട് മെഷർ ചെയ്യിക്കാൻ പറയും. ആ മെഷർ ചെയ്തെടുത്ത BPയുടെ ആവറേജ് എടുക്കും. ആ ആവറേജ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആങ്സൈറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള ആൾ തീർച്ചയായും ആ സമയത്തേക്ക് BP ഹൈ ആയിട്ട് കാണിക്കുമെങ്കിലും വീണ്ടും വീണ്ടും അതേ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ, വീണ്ടും വീണ്ടും അതേ നഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മെല്ലെ മെല്ലെ ഇദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന നെർവസ്നെസ് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ BP സ്വാഭാവികമായും നോർമൽ അവസ്ഥയിലേക്ക് വരും. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ആങ്സൈറ്റി കൺസിസ്റ്റൻ്റ് ആയി ഹൈ BP ഉണ്ടാക്കുമോ എന്നാണ് അടുത്ത ചോദ്യം. ആങ്സൈറ്റി സാധാരണഗതിയിൽ ആങ്സൈറ്റി വരുമ്പോൾ, സ്ട്രെസ് വരുമ്പോൾ, പാനിക് അറ്റാക്ക് വരുമ്പോൾ BP ഹൈ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രിക്കോഷണറി മെഷറാണ്, ഡിഫൻസ് മെക്കാനിസമാണ്. BP ഹൈ ആവുന്നത് ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്ലഡ് നല്ലപോലെ പമ്പ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തെ ഹാംഫുൾ ആക്കാൻ വേണ്ടിയല്ല. പക്ഷെ വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുമ്പോൾ തീർച്ചയായും അത് ബ്ലഡ് വെസൽസിന് കേടുവരുത്തും, പിന്നീട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് കാരണമാണോ BP ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. BP എന്ന് പറയുന്നത് ആങ്സൈറ്റി പാനിക് അറ്റാക്ക് കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുണ്ടാവുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ വെയിൻസ്, അതായത് രക്തധമനികൾ, അവർക്കുണ്ടാവുന്ന കേടുപാടുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ BP. ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും പ്രധാനം. ആങ്സൈറ്റി ഓർ സ്ട്രെസ് കൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം, പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷനും ഇത് തന്നെയാണ് സംഭവിച്ചത്. താൽക്കാലികമായിട്ടുള്ള ഒരു ഹൈ BP മെഷർമെന്റ് അവിടെ ഉണ്ടായി, അത് കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റന്റ് ആയി നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി ഓർമ്മ വെക്കണം, നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, മാനേജ് ചെയ്തില്ലെങ്കിൽ, സ്ട്രെസ് കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ, ആങ്സൈറ്റി കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുമ്പോഴെല്ലാം ഈ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് എന്ന് പറയുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഉടനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം, 4-5 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നെഗറ്റീവായി എടുക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ശ്രമിച്ച് ആങ്സൈറ്റിയെയും സ്ട്രെസ്സിനെയും കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ കൊണ്ട് ഒരു കാരണവശാലും ഒരു വ്യക്തി പെർമനൻ്റായി BP പേഷ്യൻ്റ് ആവുന്നില്ല. അതും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. BP ഫോബിയ, അതായത് BPയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതിരിക്കുകയും എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയും ഓരോ പ്രാവശ്യം BPയെ കുറിച്ച് ഓർക്കുമ്പോഴും BP കൂടുകയും ഡോക്ടറുടെ അടുത്ത് പോകുമ്പോഴൊക്കെ BP കൂടുമോ എന്ന് പേടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് BP ഫോബിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. BP ഫോബിയയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക തന്നെ വേണം. അതിന് ചികിത്സിച്ച് മാറ്റുന്നത് നല്ലതാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, റിപ്പീറ്റഡ്ലി BPയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രെസ് ഉണ്ടാക്കും, സ്ട്രെസ് ആങ്സൈറ്റി ഉണ്ടാക്കും, ആങ്സൈറ്റി പിന്നെയും നിങ്ങളുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ട്രിഗർ ചെയ്യും, BP പിന്നെയും കൂടും. അതിലൊരു അർത്ഥമില്ല. അപ്പോൾ മാനേജ് ചെയ്യുമ്പോൾ, സ്ട്രെസ് മാനേജ് ചെയ്യുമ്പോൾ, ആങ്സൈറ്റി മാനേജ് ചെയ്യുമ്പോൾ BP ഫോബിയ ഓട്ടോമാറ്റിക്കലി മാനേജ് ചെയ്യപ്പെടും എന്നർത്ഥം. നിങ്ങൾക്ക് BP ഉണ്ട് അല്ലെങ്കിൽ BP ഉണ്ട് എന്ന് സംശയം തോന്നിയാൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു BP മോണിറ്റർ വാങ്ങി വീട്ടിൽ വയ്ക്കുക. ആ BP മോണിറ്ററിൽ ഒരു ദിവസം 3-4 പ്രാവശ്യം നിങ്ങൾ BP മെഷർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം, ആദ്യത്തെ പ്രാവശ്യം മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെർവസ്നെസ് ഉണ്ടാവാം, BP കൂടിയിരിക്കും. രണ്ടാമത്തെ പ്രാവശ്യം മെഷർ ചെയ്യുമ്പോഴും BP കൂടാം, നെർവസ്നെസ് കാരണം. ഇങ്ങനെ കൂടുതൽ പ്രാവശ്യം മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ BP മെഷീനോടുള്ള അലർജി അല്ലെങ്കിൽ പേടി ഇല്ലാതാവുകയും മെല്ലെ മെല്ലെ നിങ്ങളുടെ BP അത് മെഷർ ചെയ്യുമ്പോൾ നോർമലായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രക്രിയയാണ്. ഇനീഷ്യലി നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും, പക്ഷെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞുകൊണ്ട് വരുമെന്നർത്ഥം. അപ്പോൾ വീണ്ടും വീട്ടിൽ BP മെഷീൻ വെച്ചുകൊണ്ട് ഇതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, എൻ്റെ BP കൂടുന്നത് സിമ്പിൾ ആങ്സൈറ്റി കൊണ്ടാണ്, എനിക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖം ഇല്ല എന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ BP ഫോബിയനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗം സ്വന്തം വീട്ടിലൊരു BP മെഷീൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മെഷർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് അതിൻ്റെ ആവശ്യം വരില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അണ്ടർ കൺട്രോളാണ്, ഞാൻ അതിന് വിഷമിക്കണം.
ഈ ഹൈപ്പർ ടെൻഷൻ മാനേജ്മെൻറ്റിന്, സ്ട്രെസ് കൊണ്ടുള്ള, ആങ്സൈറ്റി കൊണ്ടുള്ള ഹൈപ്പർ ടെൻഷൻ മാനേജ്മെൻറ്റിന് ഏറ്റവും പ്രധാനം ഈ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും അതുമായി ബന്ധപ്പെട്ട ഹൈപ്പർ ടെൻഷനെയും വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞത്. ആങ്സൈറ്റി, സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷൻ ഒരു കാരണവശാലും ലൈഫ് ലോങ് അല്ല, താൽക്കാലികമായി വരും, അത് താൽക്കാലികമായി പോവുകയും ചെയ്യും. കൂടെ ഇതും കൂടി മനസ്സിലാക്കുക, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായി കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകുമ്പോഴും ഉറക്കെ സംസാരിക്കുമ്പോഴും വാക്കിംഗ് പോകുമ്പോഴും ഏകദേശം കുറച്ച് എഫേർട്ട് എടുത്തിട്ടുള്ള എന്ത് പണി ചെയ്യുമ്പോഴും നിങ്ങളുടെ BP കൂടും. ഒരു ദിവസം 10, 20, 30 പ്രാവശ്യം നിങ്ങളുടെ BP കൂടാം. ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ അത് നോർമലാവും, ഉറങ്ങുമ്പോൾ നോർമലാവും, ഒരു സ്ഥലത്തിരുന്ന് റിലാക്സായി പുസ്തകം വായിക്കുമ്പോൾ നോർമലാവും. അതായത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ BP ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ BP എടുത്ത് അയ്യോ എൻ്റെ BP കൂടുതലാണോ, ആണല്ലോ എന്നൊരിക്കലും കരുതരുത്. കാരണം അതെപ്പോഴും കുറഞ്ഞും കൂടിയും ഇരിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിച്ച് മനസ്സിലാക്കിയെടുക്കുക. BP ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവ കൊണ്ടുണ്ടാകുന്ന താൽക്കാലികമായ ഹൈപ്പർ ടെൻഷൻ, ഇവയെ എങ്ങനെ മാനേജ് ചെയ്യാം, എഫക്റ്റീവായി എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് എൻ്റെ പാർട്ട് 2 വീഡിയോ ആയി ഇതിനോടനുബന്ധിച്ച് ഞാൻ ഉടൻ തന്നെ ഇറക്കുന്നതാണ്. ആ വീഡിയോയും മുഴുവനായി കാണുക.